ഇത്രയും ഈ സ്ഥലങ്ങൾ കറങ്ങിയപ്പോ ഒരാൾ പോലും ഇല്ലേ, ഒരു കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, ഒരു പേഷ്യൻസ് ആയിക്കോട്ടെ, ഒരു കീമോ ചെയ്തായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആളായിക്കോട്ടെ, ഒരു ശരിയായിട്ടൊന്ന് സംസാരിക്കുന്ന ഇത് നമ്മൾ കാണുന്നില്ല എവിടെയോ. ഇല്ല, ഒരിടത്തുമില്ല. ഒരു സ്ഥലത്ത് ആകെ ഇരകളുണ്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് മുന്നേ രേണു സുധി ബിഷപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും രേണുവിനെ ക്യാൻസർ വന്നതിന് ശേഷം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയെ സംശയിക്കുക, അല്ലെങ്കിൽ ക്യാൻസറാണെന്ന് അവർ വന്ന് പറയുന്ന സമയത്ത് അവർ സംശയിക്കുക, അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലൊന്നും ഞാൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലേ. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഒരു അസുഖം വരുന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അസുഖം വന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന പാടില്ല എന്ന് പേഴ്സണലി വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സോഷ്യൽ മീഡിയ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, രേണു ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുക, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ഉണ്ടാക്കാതിരിക്കുക, നല്ല രീതിയിൽ പോവുക. കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നതായതുകൊണ്ട് എല്ലാവരും ഒരേ തലത്തിൽ എടുത്തോളുന്നില്ല. പൊതുജനം പലവിധം കാണുന്നത് പല ആൾക്കാരുടെ, പല മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് ഈ വീഡിയോസൊക്കെ എത്തുന്നത്, ഈ അഭിപ്രായങ്ങളൊക്കെ എത്തുന്നത്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതിനിപ്പോൾ ഒരാളുടെ അസുഖമാണെങ്കിൽ തന്നെ നമ്മൾ പേഴ്സണലി നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പോട്ടെ, നമ്മളുടെ ഒരു അസുഖ വിവരം ഒരാളുടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ആൾക്കാരും പല രീതിയിലും പറയാം, ഇവന് ഇന്ന കാര്യം ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ലിവറിനൊരു അസുഖം വന്നൊരു വ്യക്തി, ഒരു പക്ഷേ ചിലപ്പോൾ ഫാറ്റി ലിവർ വന്നിട്ട് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അയാളുടെ ഒരു കേസിൽ അയാൾക്ക് ലിവറിന് അസുഖം വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ടുപിടിക്കുമോ? അയാൾ വെള്ളമടിക്കുന്നുണ്ടാവില്ലേ? നല്ല അടിയാവില്ലേ? ഇതേ ചോദിക്കുള്ളൂ. ഇതാണ് ഒരു പൊതുവേ ഉള്ളൊരു സംഭവം നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ രേണുവിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ, ഞാൻ കഴിഞ്ഞ വീഡിയോത്തിന് പറഞ്ഞു, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷേ അറ്റ് ദി സെയിം ടൈം രേണു സോഷ്യൽ മീഡിയയിൽ വീണ്ടും വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയണം, സോറി ഫോർ ദിസ്, അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും മറ്റ് ചില ആൾക്കാർ ഒരുപാട്, ഒരു വലിയൊരു വിഭാഗം തന്നെ വേണമെങ്കിൽ പറയാം, കാരണം അങ്ങനെയാണ് കമൻറ്റ് ബോക്സിലും പേഴ്സണിലേക്ക് ഒരുപാട് എനിക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്, വിഭാഗം ആൾക്കാർ എടുത്തിരിക്കുന്നത് ഇവർക്ക് ഇതുപോലത്തെ ഒരു അസുഖം, ഇത്ര കാഠിന്യത്തിലുള്ള ഒരു അസുഖം ഇല്ല, അതും അവരുടെ അഭിനയമാണ് എന്നുള്ള കണ്ടീഷനാണ് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ചില ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് എനിക്ക് പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പല ആൾക്കാരും വന്ന് മെസ്സേജ് അയക്കട്ടോ. മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ മെസ്സേജ് അയക്കുന്നതിൽ ഒരുപാട് ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്, ഇതുപോലത്തെ അസുഖം വന്നവരുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഒരാളല്ല കേട്ടോ, 8-10 ആൾക്കാരിനോട് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു അസുഖം വന്ന സിറ്റുവേഷനിൽ ഞാനും ഇതിങ്ങനെ കഴിഞ്ഞതാണ് ബ്രോ, അല്ലെങ്കിൽ ചേട്ടാ ഞാനും ഇങ്ങനെ കഴിഞ്ഞതാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനോട് നടന്നു പോയതാണ്, കീമോ ഒരുപാട് കഴിഞ്ഞാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുമ്പോൾ ഒരാളും ഇങ്ങനെ പെരുമാറില്ല കേട്ടോ. അവർക്ക് അതിശയമായിട്ടാണ് പറഞ്ഞത്. അവരൊന്നും ഒരിക്കലും എന്നോട് ഇതിങ്ങനെ ഇതാണ് കള്ളത്തരാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അതിശയമാണ് ഈ ഒരു സ്ത്രീ എന്താ അങ്ങനെ പെരുമാറുന്നത്, ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ വീണ്ടും വിവാദങ്ങളും അങ്ങനത്തെ, പ്രത്യേകിച്ച് ആ കിച്ചുവിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയാൻ അവരെ കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും സംസാരിച്ചത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു, എങ്ങനെ കഴിയുന്നു, കാരണം നമുക്കത് അറിയില്ലെങ്കിൽ കൂടി പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി വന്നിട്ട് അറിയാലോ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഒരു ചാനലിൽ വന്നിട്ടുള്ളതാണ്. അതായത് അവർ ഈ പുള്ളി അദ്ദേഹത്തിന് സുഹൃത്തായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വോയിസ് കേട്ടിട്ടുള്ള അയാളുടെ ഒരു പോസ്റ്റും ഉണ്ട്. അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ രേണുവിൻ്റെ ഒപ്പത്തെ ഈ ഒരു കണ്ടീഷനിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ കാണുന്ന സമയത്ത് അയാൾക്ക് തന്നെ സംശയമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അസുഖം ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഞാൻ ഞെട്ടാൻ കാരണം വെച്ചാൽ ഈ ഇതുപോലത്തെ അസുഖം വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് രേണുവിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ടാണ്. ഇങ്ങനെ അസുഖം വന്നിരിക്കുന്ന സമയത്തും ഇങ്ങനെ കേൾക്കേണ്ട ഒരു അവസ്ഥ അവനാൻ തന്നെ ഉണ്ടാക്കി തീർക്കുക, അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർ, അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കി തീർക്കുന്നതിൽ റിയലി അൺഫോർച്ചുനേറ്റ് ആണ്. എന്തായാലും പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, എന്താണ് പറയുന്നത്. രേണു സുധി എന്ന് പറയുന്ന, എന്താണ് അവരെ വിളിക്കേണ്ടത്, സിനിമാ നടിയെന്നോ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പം പറയാം, മുൻ ഒരു ഹാസ്യതാരം സുധിയുടെ ഭാര്യ, അയാളുടെ മരണശേഷം നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ, ഭർത്താവിൻ്റെ ആദ്യ മകനുമായി ബന്ധപ്പെട്ടും ഒക്കെ വിഷയങ്ങളാണ്. എനിക്കൊന്ന് അവരെക്കുറിച്ച് വളരെ തുച്ഛമായ വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ഇപ്പോൾ അവർക്ക് എന്തോ അസുഖമാണെന്ന് പറയും, പത്തനംതിട്ട ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. കീമോ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ തലമുടി പൂർണ്ണമായും പോകും, വിഗ് വെക്കാൻ വേണ്ടിയൊന്നും ഇരിക്കത്തില്ല. 2,
കീമോ ചെയ്യുന്ന ഒരാൾ അവരുടെ ദേഹത്ത് പിടിപ്പിക്കുന്ന മെഡിക്കൽ ഉപകരണം വെച്ച് ഇങ്ങനെ അടിച്ച് പാട്ട് പാടാനോ ഞാൻ വീണ്ടും ഇതാ വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ചാനലുമായിട്ട് പുറത്തു വരാൻ പോകുന്നു, വീണ്ടും വരും, വീണ്ടും കാണാം മോനെ എന്നൊന്നും പറഞ്ഞ് ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ കിടക്കുന്ന കിടക്കയിൽ ഇത് കഴിഞ്ഞ ദിവസം രേണു ചെയ്തിട്ടുള്ളൊരു വീഡിയോ റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഞാനും സത്യം പറയാം, ഞാനും ആ വീഡിയോ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ വന്ന് സംസാരിക്കുമോയെന്ന് സ്വാഭാവികമായിട്ട് വിചാരിച്ചു പോയി. അത് അപ്ലോഡ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഒരിക്കലെങ്കിലും RCC പോയിട്ടുള്ള ആൾ മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന പലരും RCCയിൽ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ രോഗികളെ കാണാൻ പോയിട്ടുള്ളവരോ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. രേണുവിന് ക്യാൻസർ വന്ന സമയത്ത് ഈ ഒരു വിഷയം സംസാരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയൊരു വ്യക്തിയാണ് ഞാൻ. മാസങ്ങളോളം എല്ലാവരും ഇത് വീണ്ടും കോണ്ടന്റ് ചെയ്യുന്ന സമയത്തും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വിഷയം ഒഴിവാക്കിയ വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു അസുഖമാണ് അവർക്ക് വന്നിട്ടുള്ളതെന്ന് അവരൊറ്റ കണ്ടുകൊണ്ട്. പക്ഷെ പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും ആ കിച്ചുവിൻ്റെ മെയിനായിട്ട് വിഷയം വന്നത് കിച്ചുവിനെ വലിച്ചിട്ടു. അവൻ്റെ അവൻ ആ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ 11 വയസ്സ് വരെ ഞാൻ വളർത്തി വലുതാക്കിയിട്ടുള്ള മകൻ എന്നെ കാണാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാനും ഈ ഒരു വിഷയത്തിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത്. സംഭാഷണം സ്വകാര്യമായ സംഭാഷണത്തിൻ്റെ ചില ശകലങ്ങളായതുകൊണ്ടാണ് പൂർണ്ണമായും കേൾപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് സാഹിർ കണ്ണൂർ എന്നാണ്. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു സംശയമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് രേണു സുധിയുടെ രോഗം എന്താണ്, രോഗാവസ്ഥ എന്താണ്, അവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്നും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇത് പല രീതിയിലുള്ള കണ്ടന്റാക്കി വെളിയിൽ വിടുകയും അവർക്ക് ഗൾഫിൽ പോയിട്ട് ഷോ നടത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറെ യൂട്യൂബറായ ലേഡിയുമായി ഉണ്ടായ പ്രശ്നത്തിന് പുറത്ത് അവർ പരാതി അയച്ചുകൊണ്ട് എയർപോർട്ടിലൂടെ നിർബാധം കടന്നു വരാൻ പറ്റാതിരിക്കുകയും അവരെ നല്ലപോലെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും തെളിവെടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും പുറത്തു വന്നതിന് ശേഷം അവർ ഗൾഫിലേക്ക് പോകാതിരിക്കുകയും അതിനുശേഷം പെട്ടെന്ന് താൻ രോഗിയാണെന്ന് പറയുക, ആ രോഗം വെച്ച് തന്നെ ചില കണ്ടിട്ടില്ല 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ. ഇത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ വന്നിട്ടുള്ള ഒരു ആക്ഷേപമാണ് കേട്ടോ. ആ ഒരു രേണുസുധിക്കെതിരെ ചില ആൾക്കാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഇവർ കാരിയറായിരുന്നു, സ്വർണത്തിൻ്റെ കാരിയറായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരെന്നെ പറഞ്ഞൊരു കേസാണ്. അവർ എയർപോർട്ടിൽ വെച്ചിട്ട് പല പ്രാവശ്യം ചെക്കിങ്ങിന് വിധേയമാക്കി. എത്ര മണിക്കൂറുകളോളം അവർക്ക് ചെക്കിങ്ങിന് സിറ്റുവേഷൻ ഉണ്ടായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇതിലേക്ക് വല്ല അന്വേഷണവും കാര്യങ്ങളും വരാം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു അസുഖം അത്ര സീരിയസ് ആണ്. അസുഖം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇവരാരും പറയുന്നില്ല. ഈ ഒരു അസുഖം അത്രയും സിവിയറായിട്ടുണ്ട് എന്നുള്ളത് വന്ന് പറയാനുള്ള കാരണം പിന്നീടൊരു അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പല ആൾക്കാരും ഈ ഒരു വിഷയത്തിനെ കമൻറ്റ് ചെയ്യുന്നത്. മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ല വരുമ്പോൾ ഗർഭം ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുകയും ആ ഗർഭസ്ഥ ശിശുവിനെ വെച്ച് കാശ് എടുക്കാനുള്ള മാർഗം ചെയ്യുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ രോഗം വെച്ച് പണം പിരിക്കുകയാണോ എന്നൊരു പൊതുസമൂഹത്തിന് ധാരണയുണ്ടാകുന്നു. ആ ധാരണയ്ക്ക് കാരണം അവരുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകൻ കിച്ചു എന്ന് പറയുന്ന പയ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ വരികയും അതിലൂടെ കൂടുതൽ റീച്ച് കിട്ടി പണം ഉണ്ടാക്കാനും സെലിബ്രിറ്റികളെല്ലാം അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയാനും അവരങ്ങോട്ട് ചെന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തനായ സാഹിർ കണ്ണൂർ എന്ന് പറയുന്ന ആൾ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ചെയർപേഴ്സൺ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഈ പരാതി സമർപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ക്യാൻസർ രോഗം ബാധിച്ചു എന്ന് അവകാശപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന രേണു സുധി എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് അനുഭവപ്പെടുന്ന ചില ഗുരുതരമായ സംശയങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഈ അപേക്ഷ. ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ RCC, അമൃത ഹോസ്പിറ്റൽ, CMC വെല്ലൂർ തുടങ്ങിയ പ്രമുഖ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ക്യാൻസർ രോഗികൾ ചികിത്സാ ഘട്ടങ്ങളിൽ ശാരീരികവും മാനസികവുമായി അനുഭവിക്കുന്ന കഠിനമായ വേദന, കീമോതെറാപ്പി പോലുള്ള ശാരീരിക അവശതകൾ എന്നിവ നേരിൽ കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള ആളാണ് ഞാൻ. എന്നാൽ പ്രസ്തുത വ്യക്തിയുടെ വീഡിയോകളിൽ കാണുന്ന പെരുമാറ്റ രീതികൾ ഇത്തരം ചികിത്സകൾക്ക് വിധേയമാകുന്ന രോഗികളുമായി ഒത്തുപോകുന്നില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ക്യാൻസർ രോഗിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടും. കാരണം രോഗം വെച്ച് മറ്റൊരു രോഗമുള്ള ധാരാളം ആൾക്കാരെ അവരെല്ലാം കബളിപ്പിക്കപ്പെടുന്നവരാണ് സമൂഹത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ സെലിബ്രിറ്റിയാണെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ കാണിക്കുന്ന കുടിലതയാണോ ഊടായ്പാണോ ഇതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ആ സംശയം ന്യായമാണ്. ഈ സംശയം ഇവരെ ശ്രദ്ധിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് അവർ നമ്മൾ ഈ കമ്മലൊക്കെ അടിച്ചിങ്ങനെ പാട്ട് പാടുന്ന പോലെ കയ്യിലിട്ടിരിക്കുന്ന മെഡിക്കൽ ഉപകരണം കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഹൃദയവുമായി ഡയറക്റ്റ് ബന്ധം വരുന്ന വെയിലിട്ടിരിക്കുന്ന ആ ഉപകരണത്തെ അടിച്ചുകൊണ്ടിങ്ങനെ ഒരു വീഡിയോ ഇരുന്ന കണ്ടത്. എന്നിട്ട് മാത്രമല്ല സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ആക്റ്റീവായി ഉടൻ വരുന്നു മകനെ എന്ന് പറഞ്ഞ് മോനെ എന്നും പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം
സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം തോന്നാം. എന്തിനേറെ നിങ്ങൾക്കറിയാം, ക്യാൻസർ എന്ന് പറഞ്ഞ ലോകത്ത് ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു രോഗമാണ്. അത്രമാത്രം ബുദ്ധിമുട്ട് ശാരീരികവും മാനസികമായി ഉണ്ടാക്കിയെടുക്കുന്ന രോഗമുള്ള ഒരാളിന് എത്ര ഇത് ധൈര്യമുണ്ടെങ്കിലും എത്ര വിൽ പവർ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും മനസ്സിലാക്കുന്നത്. കൂടാതെ ഇങ്ങനെയൊന്നും വളരെ സ്മാർട്ടായിട്ട് ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. അതിലെല്ലാം ഉപരി അങ്ങനെയുള്ള രോഗികൾ അവരെ പരിചരിക്കുന്ന ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതും അതുമായി അടുത്ത് അറിയാവുന്നവർക്ക് എല്ലാം തന്നെ അറിയാം. അദ്ദേഹമാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെയും വെല്ലൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ വിഷയത്തിൽ സംശയം തോന്നിയതിൻ്റെ പുറത്താണ് പരാതിയുമായി പോയിട്ടുള്ളത്. നാളെ ഇനി അദ്ദേഹത്തിന് നേരെ പൊങ്കാലയിട്ടിട്ടോ അദ്ദേഹത്തെ വലിച്ചു കയറാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ ഒരു പൗരന് സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ആയാലും സാധാരണ പൗരൻ്റെ ആയാലും ഇങ്ങനെ പൊതുജനത്തിൻ്റെ പണം അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ തൻ്റെ ചാനലിന് ഹൈപ്പ് കിട്ടാനോ അമ്മയും മകനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പുറത്തത് അവർ തമ്മിലുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പുറമേ കാണിക്കുകയും ഉള്ളിൽ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രിപ്ഷൻ ചാർജിൽ പൈസ ഇടുകയൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ ഈ വരുമാനം വർദ്ധിക്കുന്നതിൽ അവരോർത്ത് സന്തോഷിക്കുകയാണ്, നമ്മളെയൊക്കെ പറ്റിച്ചല്ലോ എന്നുള്ളത്. ആ പറ്റിയത് പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നടപടിയായി മുമ്പോട്ട് പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ ദീർഘകാലമായി കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. നവീൻ ബാബുവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് സഹീർ കണ്ണൂർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് പോകട്ടെ. രേണു സുധി പറയുന്നത് കള്ളമാണെങ്കിൽ അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തട്ടെ. അതല്ല അവർ പറയുന്നത് സത്യമാണെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ചു എന്ന ഒരു യുവ താരമായിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ അതും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചാനൽ നടത്തുന്ന യൂട്യൂബറായിട്ടോ റിയലി അൺഫോർച്ചുനേറ്റ് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഒരു അസുഖം വരുന്ന സമയത്ത് ആർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുത്താതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്രയും കാലമായിട്ട് രേണു സുധി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവർ തന്നെ അങ്ങനെ ആക്കി തീർത്തത് കോൺട്രവേഴ്സീസാണ്. അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയും കോൺട്രവേഴ്സിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ സംശയിച്ചിട്ട് പലരും പറയുന്നത്. എന്നിട്ടും അത് നിൽക്കുന്നില്ല. ആ കിച്ചുവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റും വന്നു. അതിൻ്റെ കണ്ടെന്ന് വെച്ചാൽ ഈ ബിഷപ്പിൻ്റെ ഇടപെടലുകൾ അതിൽ മതപരിവർത്തനം ഉണ്ടോ എന്നുള്ളത്. കാരണം വെച്ചാൽ കിച്ചു മതം മാറാൻ തയ്യാറാവാത്തത് കൊണ്ടാണോ ഇവനെ ക്രൂശിക്കുന്നത്, ബാക്കി എല്ലാവരും മതം മാറിക്കഴിഞ്ഞാൽ അവനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടോ എന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ വീഡിയോസും ഇതൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടാം. എന്തായാലും ഒരൊറ്റ ചെറിയൊരു ക്ലിപ്പും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇന്ന് ബിഷപ്പിനെ കണ്ടിട്ടുണ്ടായിരിക്കും, രാജ് ടോക്സിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ബിഷപ്പിനെ ഒരു ലേഡി വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്. പലർക്കും പല അമ്മമാർക്കും കാരണം കിച്ചുവിനെ അങ്ങനെ ആണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് കിച്ചുവിനെ ഒരു മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവനെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലൊരു ബേസിസ് ഇല്ല. അവനൊന്നും ചെയ്തിട്ടില്ല. അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് സെൻസ്. അവനൊന്നും ചെയ്യാതെ തന്നെ അവനെയും കൂടെ ഡ്രാഗ് ചെയ്തിട്ടാണ്. അവൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നിടത്ത് അവനെ ഡ്രാഗ് ചെയ്തിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരും പ്രതികരിക്കും. അങ്ങനത്തെ ഒരു പ്രതികരണമാണ് ഈ ഫാദറിനെ ഒരു ലേഡി വിളിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഇനി അതും പറയുന്നത് എന്താ വെച്ചാൽ ഇനി അവൻ ആരെങ്കിലും എന്നെ വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിനൊക്കെ പഴി കേൾക്കേണ്ടി വരിക കിച്ചു തന്നെയാണ്. അത് 100% ഷുവറാണ്. കാരണം അത് മറ്റുള്ളവർ ആയുധമാക്കി എടുക്കും. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല. ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി? ഇപ്പൊ ഞാൻ എന്ത് ബഹുമാനത്തിന് ഞാൻ ഒരു കാര്യവും ആരോട് ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്തെ പോലെ അച്ഛൻ ഞാൻ ഇപ്പോഴും ബഹുമാനം ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ എന്തിനാ അച്ഛോ, പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ് ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്
നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്റർ എവിടെ നിന്ന് പോലും അറിയത്തില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഇല്ല, അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ അത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി. ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ഒരു പയ്യൻ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവൻ അവന്റേതായ കാര്യം നോക്കി. അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ. തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ക്യാൻസറിന് മെഡിസിൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോൾ അവരാണ് അത് പുറത്ത് പറയുന്നത്. നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പ് അല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്നു അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങൾ ഉപദേശിക്കണം, അച്ഛൻ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചേറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛൻ കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളല്ല ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇതിനെ ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല. അതാണ് കാര്യം, അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അത്രേ ഉള്ളൂ അച്ഛാ. അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ഇതല്ല, ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പബ്ലിക്കിന് ഞാനൊരു അമ്മ ആയതുകൊണ്ട് ആ കൊച്ചു 10-40 വയസ്സായ കൊച്ചല്ലേ, 20 വയസ്സ്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മളത് തിരുത്തേണ്ട ആൾക്കാരാ. നമ്പർ എടുത്ത് വിളിക്കാൻ കാണിച്ച മനസ്സിന് താങ്ക് യു. ഞാൻ തിരക്കിനിടയിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓക്കെ ഒരിക്കലും ഓക്കെ, താങ്ക് യു. പബ്ലിക്കിന് മുമ്പിൽ ഒരു മോശമായ രീതിയിൽ ആ കുട്ടീനെ പറയാൻ ഞാൻ അനുവദിക്കാതെ എന്റെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്താൽ മുമ്പോട്ട് എനിക്ക് വേണേ ഇന്ന് പബ്ലിക്ക് പല കാര്യങ്ങളും പറയാമായിരുന്നല്ലോ സിസ്റ്ററെ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചു ആ വീട്ടിലേക്ക് പോകുന്നില്ല, അനിയനെ കാണാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ആരോടും ഒരു പ്രശ്നം ഉണ്ടാകും. എന്തോ ആയിക്കോട്ടെ, മഹാപാവം പറയണ്ടേ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ വീട്ടുകാർ പറയട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. അവര് തന്നെയാണ് അച്ഛാ ഈ എല്ലാ ഈ വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യവും എടുത്തിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തു ഓരോന്ന് ഈ പബ്ലിസിറ്റി ആക്കുന്നത് അവര് തന്നെ. അച്ഛനത് അറിയാത്തതുകൊണ്ടായിരിക്കും. അച്ഛനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. വിളിച്ചതിൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗ് തുടങ്ങുമായിരുന്നു. ശരി, ഓക്കെ.